വിശുദ്ധമായ പെരുന്നാളിന് ശേഷം വിദ്യാഭ്യാസ കലാലയങ്ങൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. സ്കൂളുകളും കോളേജുകളും അതിൻ്റെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് തന്നെ മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസ രംഗത്തേക്ക് ധാരാളം വിദ്യാർത്ഥികളും പ്രവേശനം ആരംഭിക്കുകയാണ്. മതവിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. ഏതൊരു വ്യക്തിയും മിനിമം ഒരു മകനെയെങ്കിലും ഈ മതവിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിപ്പിക്കാൻ ധൈര്യം കാണിക്കണം, അതിനുള്ള സന്മനസ് കാണിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു സൗകര്യമാണ് ഈ ഒരു സമന്വയ വിദ്യാഭ്യാസ രംഗം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കറിയാം, മുൻകാല പണ്ഡിതന്മാർക്കറിയാം, ഇത്തരം ഒരു സംവിധാനമോ സൗകര്യമോ അന്ന് ഉണ്ടായിരുന്നില്ല, ഒരിടത്തും ലഭ്യമായിരുന്നില്ല. അതേസമയം ഇന്ന് അൽഹംദുലില്ലാ മതവിദ്യാഭ്യാസ രംഗം എത്രത്തോളം ആഴത്തിൽ പഠിക്കാൻ സാധിക്കുമോ അത്രയും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസങ്ങളും എത്രയും സൗകര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള അവസരം ഇന്ന് ലഭ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കഴിവുകളും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും എന്തുതന്നെ നേട്ടങ്ങൾ എത്ര നേടിയാലും അതെല്ലാം താൽക്കാലികമാണ്, നശ്വരമാണ്, വളരെ ചുരുങ്ങിയ നിശ്ചിത കാലത്തേക്കുള്ളത് മാത്രമാണ്. അതേ സ്ഥാനത്ത് ആത്മീയമായ വിദ്യാഭ്യാസം എന്നുള്ളത് അവൻ്റെ ആത്മാവിൻ്റെ സംസ്കരണത്തിനുള്ളതാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കൂടിയുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ ഇക്കാര്യം നമ്മെ പഠിപ്പിച്ചത് കാണാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ ഹദീസ് മാത്രം ഞാൻ ബോധ്യപ്പെടുത്തുന്നു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ സഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഡയറക്റ്റ് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴി അവന് വളരെ എളുപ്പമാകുമെന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച വിഷയമാണ്. എങ്കിൽ അത്രയും മൂല്യമുള്ള പ്രതിഫലമുള്ള വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾ കൂടി നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകവും പരലോകവും വിജയിക്കാനുള്ള മാർഗമാണ് അതിലൂടെ സാധ്യമാകുന്നത്. ഏതൊരു വിശ്വാസിയും എല്ലാ ദുആകളിലും ആ ദുആ സമാപിക്കുന്നതെങ്കിലും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, പഠിച്ചവനെ ഭൗതിക ലോകത്ത് നന്മകളും നേട്ടങ്ങളും നൽകണമേ, അതിലേറെ പാരത്രിക ലോകത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ആ പ്രാർത്ഥന സാധൂകരിക്കുന്ന രൂപത്തിലാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗം സാധ്യമാകുന്നത്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് ഏറ്റി നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.